അറിയാൻ തന്നെ ഇന്നലെ അതിനോടുള്ള ആശ്രയിക്കുക ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് നിലവിളക്കാം. അത് വീണ്ടും ഞാൻ ആവർത്തിക്കും. ഒന്നുകൂടെ അടിവരയിട്ട് പറയാം, വേതന പരിഷ്കരണം അതിനെ സംബന്ധിച്ചുള്ള ഇവിടെ സ്വാഗത പ്രാസംഗികൻ എല്ലാ വശങ്ങളും പറഞ്ഞു. അതൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. വേതന പരിഷ്കരണം കൃത്യമായി നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് അർഹതയുടെ പരമാവധി ലഭ്യമാക്കാനുള്ള നടപടികളിൽ ഗവൺമെന്റ് മുന്നോട്ട്. ഇവിടെ സൂചിപ്പിച്ച പല വിഷയങ്ങളുണ്ട്. ഈ ഇതിന്റെ സമയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. റേഷൻ കടയുടെ പ്രവർത്തന സമയം 4 മണി മുതൽ രാവിലെ 9 മുതൽ 12 വരെയും വൈകുന്നേരം 4 മുതൽ 7 വരെ. അത് നിങ്ങൾക്ക് നടപ്പാക്കി തരും. നിങ്ങൾ അറിയേണ്ടുന്നത്, ഞാൻ മന്ത്രിയായതിനു ശേഷം ഇവരുടെ അഭിപ്രായം, ഇവരെന്ന് പറഞ്ഞാൽ ഈ 5 സംഘടന ഉണ്ട്, എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്. ബാക്കി പറയാം അഭിപ്രായക്കാരൊന്നുമില്ല. എല്ലാ സംഘടനകളും ഈ രംഗത്ത് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അത് ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ന യൂണിയൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കുന്നു. അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി, റേഷൻ ഏരിയസിന് വേണ്ടി ഒരുപോലെ ഫൈറ്റ് ചെയ്യുന്നവരാണ്, ഒരുപോലെ വാദിക്കുന്നവരാണ്. അവരാരെയും ഞാൻ കുറച്ച് കാണുന്നത്. അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ്. മുഹമ്മദ് അലിക്ക് അതിന്റെ ഗുണം കിട്ടിയെന്ന് പറയാൻ പാടില്ല. പക്ഷെ കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് ഒരാഴ്ച അവധിയായി പോയാൽ കട സസ്പെൻഡ് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്ന രീതിയാണ്. അതെങ്ങനെ ഒഴിവാക്കിയത്? മോഹനം ഇവിടെ തലമുട്ടി അതിന് പറ്റുന്നു. ന്യായമായതുകൊണ്ടല്ലേ 2 മാസം തന്നില്ലേ? അത് അനന്തമായി നീട്ടി തന്നുള്ളതിന് പിന്നെ ആലോചിക്കാം. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെട്ടത് 1 മാസമാണ്. ഞാൻ 2 മാസമായി. 1-ാം തീയതി അവധി എങ്ങനെ വന്നത്? 62 വർഷത്തെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണല്ലോ പൊതുവിതരണ രംഗം. ഈ ഗവൺമെന്റിലെ പ്രസിഡന്റ് മുഹമ്മദ് അലി സെക്രട്ടറി, മോഹൻപിള്ള നേതാവുമായിട്ടുള്ള നിങ്ങളുടെ സംഘടന അടക്കം ആവശ്യപ്പെട്ടതല്ലേ? അംഗീകരിച്ചില്ലേ? 1-ാം തീയതി അവധി യാഥാർത്ഥ്യമായില്ലേ? ഇവരല്ലേ സമരത്തിലൂടെ ആവശ്യപ്പെട്ട 15-ാം തീയതിക്ക് അവരുടെ വേതനം കൊടുക്കണം. 4 മാസം കൊണ്ട് 15-ാം തീയതിക്ക് വേതനം കൊടുക്കല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അത് ഇത്രയും കൂടുതൽ നേരത്തെ ആക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലാതെ 15 എന്നുള്ള 16 ആക്കണമെന്നുള്ള അഭിപ്രായക്കാരനല്ല. 15-ാം തീയതിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ 10-ാം തീയതി കഴിയുമ്പോൾ അസ്വസ്ഥനാവും. നിങ്ങൾക്ക് പൈസ കിട്ടാൻ. അല്ലാതെ ഞാൻ കാണാതെ ഉലകം ചുറ്റി നടക്കുന്നതാണെന്നല്ല. എന്റെ ഓഫീസ് അലർട്ടാവും. അടുത്ത ദിവസം കൊടുക്കണം. പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് കൃത്യമായി അത് നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നത്. അത് നമുക്ക്, ഞാൻ ഈ പറഞ്ഞത് 2-3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഈ കാലയളവിൽ ചെറിയ ഈ പ്രയാസങ്ങൾക്കെല്ലാം ഇടയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് സൂചിപ്പിച്ചതാണ്. പിന്നെ നിങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ 100 കിലോ അരി. അത് പരിഗണനയിൽ എന്ന് മാത്രമല്ല, അത് ക്രമീകരിച്ച് കൊടുക്കാൻ. ഇപ്പം കോമ്പോ നമ്മൾ പലപ്പോഴും കൊടുത്ത് ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസമില്ലാതെ കൊടുക്കുന്നു. എന്നാൽ ഇത് 100 കിലോ ക്രമീകരിക്കേണ്ടുന്ന വിഷയത്തിന് ഫൈനാൻസിന്റെ അതിന്റെ ഫൈനിനെ സംബന്ധിച്ചെല്ലാം ഉത്തരവിലൂടെ വന്നതാണ്. അത് ഫൈനാൻസിന്റെ ഒരു അംഗീകാരത്തിന്റെ വിഷയമാണ്. എന്തായാലും അത് നീണ്ടുപോകാതെ ആഴ്ചകൾക്കുള്ളിൽ അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. 70 വയസ്സിന്റെ കാര്യം തൽക്കാലം സ്റ്റേ ചെയ്തു. അത് പരിശോധിച്ചിട്ട് നടപ്പാക്കും. അതിനൊന്നും ഒരു ആശങ്കയൊന്നും വേണ്ട. ശരിയായ കാര്യമാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ 1 നിമിഷം ആലോചിക്കാതെ ഉടൻ യെസ് എന്നുള്ള ആൻസർ പറയുന്ന ആളാണ്. പിന്നെ റേഷൻ വ്യാപാരി സംഘടനകളുമായി 20-25ഓളം വരുന്ന NTPDS ആക്ടുമായി ബന്ധപ്പെട്ട ഭേദഗതിയെ സംബന്ധിച്ച് ചർച്ച ഒരു നല്ല ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അത് നമുക്ക് നടത്താം. അത് വരുമ്പോൾ വലിയ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പഞ്ചസാര മണ്ണെണ്ണയുടെയൊക്കെ വിതരണത്തിന് നിങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് 5 രൂപ എന്നാണ് അവരുടെ കമ്മിറ്റി ശുപാർശ. ഞാൻ ആർക്കും കഴിക്കാം. ഇൻഷുറൻസിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചില്ല. ആരോഗ്യ ഇൻഷുറൻസിന് ഞാനാണ് ആദ്യം ഇവരെ യോഗത്തിൽ അവതരിപ്പിച്ചത്. ഞാനന്ന് പറഞ്ഞതാണ്, ക്ഷേമനിധിയുടെ മുൻകൈയിൽ ഒരു 200 രൂപ, 100-200 രൂപ നിങ്ങൾ ഒരു പ്രതിമാസ സേവിങ്സ് ആയി ഒരു ആരോഗ്യ പദ്ധതി വേണം. കാര്യം എന്താ? കോവിഡിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ മന്ത്രിയായി